നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അനോറക്സിയ നെർവോസയെ കുറിച്ചിട്ടാണ്. ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് എന്ന് പറയുമ്പോൾ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെയാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അമിതമായിട്ട് വണ്ണം വെക്കുമോ എന്ന് പേടിച്ചിട്ട് ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുകയും ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അനോറക്സിയ നെർവോസ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പുവർ ആയിട്ടുള്ള ബോഡി ഇമേജ് ആണ്. ഈ ഒരു കണ്ടീഷൻ ഉള്ള വ്യക്തികൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരായിരിക്കും. പക്ഷെ അവർ അവരെ തന്നെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ അവരെ തന്നെ പെർസീവ് ചെയ്യണത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് വെയിറ്റ് ഗെയിൻ ചെയ്ത വ്യക്തികളായിട്ടാണ്. ഇതിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാല് സൊസൈറ്റിയും മീഡിയയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അതുപോലെ സെലിബ്രിറ്റീസ്, അഡ്വർടൈസ്മെന്റ്സിന്റെ ഒക്കെ ബോഡി ഇമേജ് എക്സ്പെക്ടേഷൻ, ഫോൾസ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ഇമേജ് സങ്കല്പങ്ങളാണ് ഇതിന്റെ ഒരു കാരണം. പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ, ബുള്ളിങ്, ജനിതകമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു ഡിസോർഡറിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ഇതിന്റെ ഒരു പ്രിവലൻസ് പറയുകയാണെങ്കിൽ ഇത് കൂടുതലും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിലാണ്. ആൺകുട്ടികളിലും അപേക്ഷിച്ച് ഇത് കാണുന്നത്. സ്ത്രീകളിലും ഇത് കണ്ടുവരാം. അതുപോലെ ഡാൻസേഴ്സ്, മോഡലിംഗ് ചെയ്യുന്നവര്, റെസ്ലേഴ്സ്, അതായത് തങ്ങളുടെ ബോഡി കാത്തു സൂക്ഷിക്കേണ്ട പ്രൊഫഷൻസിലായിരിക്കുന്ന വ്യക്തികളിൽ ഈ ഒരു ഡിസോർഡർ നമുക്ക് കാണാം. ഇതിന്റെ സിംറ്റം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഇതിന്റെ ഒരു മെയിൻ സിംറ്റം. അതോടൊപ്പം തന്നെ ഓവറായിട്ട് ഡയറ്റിംഗ് ചെയ്യുക, ഫാസ്റ്റിംഗ് ചെയ്യുക, ഓവറായിട്ട് എക്സസീവ് ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഇടക്കിടക്ക് റെഗുലർ ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഭക്ഷണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കുക. ഇപ്പം ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ കട്ട് ചെയ്ത പീസസിൽ തന്നെ ചെറിയ പീസസ് നോക്കി കഴിക്കുക. അതും പല സമയങ്ങളിലായിട്ട്, ഒരു സമയത്ത് കുറച്ച് കഴിക്കുക, വേറൊരു സമയത്ത് കുറച്ച് കഴിക്കുക. അങ്ങനെ പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരെ നമുക്കിതിൽ കാണാം. പിന്നെ ഡയറ്റ് പിൽസ് എടുക്കുന്നവരുണ്ട്, ആപ്പിറ്റൈറ്റ് സപ്രസൻസ്, ഇപ്പം വിശപ്പ് വരാതിരിക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നവരെ നമുക്കിതിൽ കാണാം. പിന്നെ ഈ ഒരു അസുഖം ഉള്ളതായിട്ട് നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും ഇങ്ങനൊരു അസുഖം ഇവർക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇവര് കഴിക്കാതെ തന്നെ ഭക്ഷണം കഴിച്ചതെന്ന് കള്ളം പറയുന്നതാണ് അതിന്റെ ഒരു കാരണം. പിന്നെ ഇവരായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവരെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഇവർ കൂടുതലും ഇത്തരത്തിലുള്ള അതായത് ഇവരുടെ വെയിറ്റിനെ കുറിച്ചിട്ടും ഇവരുടെ ബോഡിയിലുള്ള അവരുടെ അത്തരത്തിലുള്ള ഇംപെർഫെക്ഷൻസിനെ കുറിച്ചിട്ട് എപ്പോഴും അവര് ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ എപ്പോഴും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് ഉള്ളവരും ഉണ്ട്. അതായത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടിട്ട് തന്നെ മസിൽസ് ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഹാർട്ട് മസിൽസ് വീക്ക് ആയത് കൊണ്ടിട്ട് തന്നെ ബ്രീതിങ് പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ കിഡ്നി പ്രോബ്ലംസ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രശ്നങ്ങൾ, ബ്ലഡ് കൗണ്ട് കുറവായിട്ടുള്ളവർ, ഇപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ കുറവായിട്ട് ഉണ്ടാകും. പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാകാം. പിന്നെ ഡിസിനെസ്, അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും ഇതിലുണ്ട്. ഇനി ഇങ്ങനെ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ റെസ്ട്രിക്റ്റീവ് ടൈപ്പ് ഓഫ് അനോറക്സിയ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് അനോറക്സിയ ഉണ്ട്. ഒന്ന് റെസ്ട്രിക്റ്റീവ് ടൈപ്പ് എന്ന് പറയും, പിന്നെ പേർജിങ് ടൈപ്പ്. പേർജിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം വയറ് നിറയണവരെ കഴിക്കും. വയറിൽ നമ്മൾ പെയിൻ എടുക്കുന്നവരെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇവർക്ക് പെട്ടെന്ന് ഒരു അവയർനെസ് വരികയാണ്, ഇവർ വെയിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ളത്. എന്നിട്ട് അവർ ഇത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കും. അതിനവർ യൂസ് ചെയ്യണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ആണ്. സെൽഫായിട്ട് ഈ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും. വിരലുകൾ വായിലേക്ക് അകത്തേക്ക് ഇട്ടിട്ട് വോമിറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒരു മെത്തേഡ്. അങ്ങനെ റെസ്ട്രിക്റ്റീവ് ടൈപ്പും ഉണ്ട്, പേർജിങ് ടൈപ്പ് ഓഫ് അനോറക്സിയ ഉണ്ട്. ഇനി ഈ ഒരു ഡിസോർഡറിന് കൊമോർബിഡ് ആയിട്ട് വരുന്ന മറ്റ് ഡിസോർഡേഴ്സ് ഇവരിൽ ഡിപ്രഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ടാകാം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാകാം. ഈ ഒരു ഡിസോർഡറിന്റെ സിവിയറിറ്റി പറയാനാണെങ്കിൽ നമ്മളെല്ലാവരും BMI ചെക്ക് ചെയ്യാറുണ്ടല്ലേ, ബോഡി മാസ് ഇൻഡെക്സ്. BMI ഒരു 25 എബവ് ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണെന്നാണ് പറയാറ്. അപ്പോൾ ഒരു BMI കൂടിയാലും കുറഞ്ഞാലും ഒരുപോലെ പ്രശ്നമാണ്. ഒരു 18.5 to 24.9 വരെ നോർമൽ BMI ആണ്. ഇനി ഒരു 17 to 18.5 ആണെങ്കിൽ നമ്മളൊരു മൈൽഡ് ലെവൽ ഓഫ് അനോറക്സിയ എന്നാണ് പറയുന്നത്. ഒരു 16 to 17 ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് സ്റ്റേജ് ഓഫ് അനോറക്സിയ എന്നും, 15 to 16 ആണെങ്കിൽ സിവിയർ ലെവൽ ഓഫ് അനോറക്സിയ എന്ന് പറയും. ഇനി 15 ബിലോ ആണ് BMI എന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവൽ ഓഫ് അനോറക്സിയ എന്നാണ് പറയുന്നത്.
ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സൈക്കോതെറാപ്പിയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതിലൂടെ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ബിലീഫ്സ് ഒക്കെ നമ്മൾ സംസാരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ പഴയ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു.